ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെക്കേഷൻ ടൈമാണ്. അപ്പോൾ കുട്ടികളുടെ ഒച്ചയുണ്ട്, ശബ്ദങ്ങളുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണം. മാനിഫെസ്റ്റേഷനിലൂടെ കഷ്ടപ്പെടാതെയും എളുപ്പത്തിൽ എങ്ങനെ ഒരു ടീച്ചിങ് ജോബ് അറ്റൈൻ ചെയ്യാം എന്നുള്ള ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ ശരിക്കും +2 ടീച്ചർ ആവണമെങ്കിൽ PG വേണം, അതോടൊപ്പം സെറ്റ് പാസ്സായിരിക്കണം. അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷന് പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ടീച്ചർ ആവാൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് മാനിഫെസ്റ്റേഷനിലൂടെ ഇത് വർക്കൗട്ട് ആകില്ല. അതുപോലെ 10th വരെ പഠിപ്പിക്കാനാണെങ്കിൽ കേട്ടറ്റ് പല കാറ്റഗറിയിലുള്ളത്, UP വരെയാണെങ്കിൽ കേട്ടറ്റ് 2, അങ്ങനെ പല ക്വാളിഫിക്കേഷനുണ്ട്. അപ്പോൾ അതും കൂടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്ലാസ്. അപ്പോൾ കഷ്ടപ്പെടാതെയും നമ്മൾ വളരെ എളുപ്പത്തിൽ മാനിഫെസ്റ്റേഷൻ വഴി എങ്ങനെ ഒരു ടീച്ചിങ് ജോബ് അറ്റൈൻ ചെയ്യാം, ആ ക്ലാസ്സാണിത്. അതിനു മുമ്പ് നിങ്ങളെ ഒരുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിലൊന്നാമത്തേത് സാമൂഹ്യ പരിസ്ഥിതിയാണ്. നിങ്ങളുടെ സൊസൈറ്റിയിൽ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു സീറ്റ് റിക്രിയേഷൻ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ വേണം. രണ്ടാമത്തേത് മാനസികാവസ്ഥ അതിനുവേണ്ടി ഒരുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിശ്വാസം വേണം. ഈ ജോബിൽ എനിക്ക് കയറിപ്പറ്റാൻ കഴിയും എന്നുള്ള വിശ്വാസം വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. അതുപോലെ അഫർമേഷൻസ് റിപ്പീറ്റായി പറയണമെന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷനിൽ അഫർമേഷനും വിഷ്വലൈസേഷനും വിഷൻ ബോർഡ് അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഇതിനെല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ വിഷ്വലൈസേഷൻ ചെയ്യാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ റിപ്പീറ്റായിട്ട് നിങ്ങൾ അഫർമേഷൻസ് പറയുക എന്നുള്ളതാണ്. മാനസികാവസ്ഥയെ ഒരുക്കുക, വിശ്വാസം വേണം, ഈ വക കാര്യങ്ങളെല്ലാം കറക്റ്റായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത്, നമുക്ക് ഏത് മാനിഫെസ്റ്റേഷനും വർക്കൗട്ട് ആകണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിനെ എങ്ങനെ നമ്മൾ ശാന്തമാക്കാം എന്നുള്ളതാണ്. മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ മെഡിറ്റേഷനാണ് അതിൽ ഏറ്റവും പ്രാധാന്യം എന്നുള്ളത്. മെഡിറ്റേഷൻ ഏറ്റവും ഓരോ സ്റ്റേജിലൂടെയും കടന്നു പോകണമെന്നുള്ളതാണ്. അതായത് മെഡിറ്റേഷൻ ഇല്ലാതെ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആകില്ല എന്നുള്ളത് റിയാലിറ്റിയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇരിക്കുന്നത് ആൽഫ സ്റ്റേജിലായിരിക്കും മെഡിറ്റേഷൻ സമയത്ത്. ഇപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അതിൽ ആൽഫ സ്റ്റേജിലാണ് നമ്മൾ ആദ്യം ഇരിക്കുന്നത്. എന്നാൽ ബീറ്റ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോഴത് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ അഫർമേഷൻസ് ആദ്യം തന്നെ നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം രാവിലെയും വൈകിട്ടും അഫർമേഷൻ ചെയ്യേണ്ടതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ മെഡിറ്റേഷനാണ്. നിങ്ങൾക്ക് ഉറക്കത്തിൽ നിന്ന് 5 മണിക്കോ 4:45 എഴുന്നേൽക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രേയറിന് സ്ഥാനമുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ മെഡിറ്റേഷനിൽ ഇരുന്നു കൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യണമെന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അഫർമേഷൻ പറയാവുന്നതാണ്. അഫർമേഷൻസ് 5 10 തവണ ഉരുവിടാവുന്നതാണ്. അഫർമേഷൻ പറയുന്നതോടൊപ്പം അത് മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്. ഈ അഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിൽ ചെല്ലുകയും റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം വഴി അത് നമ്മൾക്ക് വർക്കൗട്ട് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. ബ്രെയിനിൽ ഉറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അഫർമേഷൻ്റെ ഒന്നാമത്തെ പോയിൻ്റാണ്. ഒന്നാമത്തെ പോയിൻ്റ് എഴുതിയെടുത്തോളുക. നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതിയെടുത്തോളുക. ഞാനൊരു ഹൈസ്കൂൾ അധ്യാപികയാണ് അല്ലെങ്കിൽ അധ്യാപകനാണ്. ഇതാണ് ആദ്യത്തെ അഫർമേഷൻ. ഞാനൊരു ഹൈസ്കൂൾ അധ്യാപികയാണ്. രണ്ടാമത്തെ പോയിന്റ്, എൻ്റെ ജോലിയിൽ ഞാൻ സംതൃപ്തയാണ്. എൻ്റെ ജോലിയിൽ ഞാൻ സംതൃപ്തയാണ്. മൂന്നാമത്തെ പോയിന്റ്, എൻ്റെ സഹ അധ്യാപകരിൽ ഞാൻ സംതൃപ്തയാണ്. എൻ്റെ സഹ അധ്യാപകരിൽ ഞാൻ സംതൃപ്തയാണ്. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ്, എൻ്റെ ജോലിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ ഞാൻ സംതൃപ്തയാണ് അല്ലെങ്കിൽ സംതൃപ്തനാണ്. എൻ്റെ ജോലിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ ഞാൻ സംതൃപ്തയാണ് അല്ലെങ്കിൽ സംതൃപ്തനാണ്. അടുത്തത്, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ എല്ലാ കുട്ടികളോടും എൻ്റെ കടമ നിറവേറ്റുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ എല്ലാ കുട്ടികളോടും എൻ്റെ കടമ നിറവേറ്റുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ എല്ലാ കുട്ടികളോടും എൻ്റെ കടമ നിറവേറ്റുന്നു. ഇതാണ്.
ഇത്രയതിനു ശേഷം എഴുതിയതിന് ശേഷം താഴെ എഴുതുക താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് എഴുതുക. താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് 3 പ്രാവശ്യം എഴുതുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡ് ഏതാണോ ആ ഗോഡിൻ്റെ പേര് മൂന്നാമത്തെ താങ്ക് യു കഴിഞ്ഞതിന് ശേഷം എഴുതാവുന്നതാണ്. ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു ജീസസ്. അടുത്ത ലോർഡ് കൃഷ്ണ ആണെങ്കിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു കൃഷ്ണ ലോർഡ് കൃഷ്ണ എന്നിങ്ങനെ എഴുതി വെക്കാം. അല്ലെങ്കിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു ഗോഡ് ശിവ എന്ന് എഴുതാവുന്നതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇത്രയും അഫർമേഷൻസ് രാവിലെയും പറയണം, അഫർമേഷൻസ് വൈകിട്ടും പറയണം എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇമോഷൻസ് ഫീൽ ചെയ്യണം. ജോബ് ലഭിച്ചതായി ഇമോഷൻസ് ഫീൽ ചെയ്യണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്കൂളിലാണല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നെറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നെറ്റ് വഴിയോ അല്ലെങ്കിൽ പേപ്പർ വഴി പത്രത്തിൽ നിന്നൊക്കെ വേക്കൻസിയെ പറ്റി അറിയാവുന്നതാണ്. അറിയുമ്പോൾ അത് അന്വേഷിച്ചിട്ട് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യണം. നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കണം. CV സെൻഡ് ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോയിട്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം, ഹാജരാകണം കേട്ടോ, ഹാജരാകണം. ആത്മവിശ്വാസത്തോടു കൂടി ഇൻ്റർവ്യൂ പങ്കെടുക്കണം. ഇനി ഇൻ്റർവ്യൂ ബോർഡിലോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ പറയുക, ഈ ജോലി എനിക്കാണ്, ഈ ജോലിക്ക് ഞാൻ അർഹനാണ്, ഈ ജോലി എനിക്കാണ് എന്ന് നിങ്ങൾ പറയുക. ഈ ജോലി എനിക്കാണ്, ഈ ജോലിക്ക് ഞാൻ അർഹനാണ്, ഈ ജോലി എനിക്ക് തന്നെ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക എന്നുള്ളതാണ്. ഇനി അഫർമേഷൻസ് നിങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ നിങ്ങളിപ്പോൾ പറയുകയാണ്, എനിക്ക് ഒരു അധ്യാപകൻ ആവണം എന്ന് പറയുമ്പോൾ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, ആവാതിരിക്കാം. പക്ഷേ ഞാനൊരു അധ്യാപകനാണ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു മാറ്റം വന്നു ആ എഴുതുന്നതിൽ. ഓൾറെഡി പ്രസൻറ്റ് ടെൻസിലാണ്. ഇപ്പോഴും പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കുക, പ്രസൻറ്റ് ടെൻസിൽ അഫർമേഷൻ പറയുക, പ്രസൻറ്റ് ടെൻസിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ്. പ്രെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. മെഡിറ്റേഷനാണ് ചെയ്യേണ്ടത്. മനസ്സ് ശാന്തമാകാനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. മെഡിറ്റേഷനിൽ ആൽഫ സ്റ്റേജ് കഴിഞ്ഞ് ബീറ്റ സ്റ്റേജിലാണ് വിഷ്വലൈസേഷൻ നടത്തേണ്ടത്. ആ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. എന്താ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്? നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു, ഇൻ്റർവ്യൂവിന് പോകുന്നു, ആ ജോലിക്ക് സെലക്ഷൻ ആകുന്നു, അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുന്നു, അവിടെ ചെന്ന് ക്ലാസ്സിൽ ചെല്ലുന്നു, എപ്പോൾ നിങ്ങൾ സ്കൂൾ ഓപ്പൺ ചെയ്ത് സ്കൂൾ തുറന്ന് ചെല്ലുന്നു, അവിടെ ചെല്ലുമ്പോൾ കുട്ടികളെ അഭിമുഖീകരിക്കുന്നതും സഹാധ്യാപകരെ അഭിമുഖീകരിക്കുന്നു. ഏറിയ പങ്കും നിങ്ങൾക്ക് ആദ്യം പഠിപ്പിക്കുന്ന വേർഡ് വരെ, ഇപ്പോൾ നിങ്ങൾ ഹിസ്റ്ററിയാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ ഹിസ്റ്ററി നേരത്തെ നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടോ അത് ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നതും കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്താകാൻ ആഗ്രഹിക്കുന്നു? ഒരു കോച്ചാകാം, ലൈഫ് കോച്ചാകാം, അല്ലെങ്കിൽ ഒരു അധ്യാപകനാകാം, ഒരു ഡോക്ടറാവാം, ഒരു ആക്ടറാവാം. ഇങ്ങനെയെല്ലാം ആകാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഒരുക്കണം എന്നുള്ളതാണ്. നമ്മളുടെ നടപ്പ്, ഇരിപ്പ്, മനോഭാവം, സംസാര രീതി, ഭാവങ്ങൾ, ശാരീരിക ആംഗ്യങ്ങൾ, ഡ്രസ്സിങ് എല്ലാം അങ്ങനെയാവണം. ഇപ്പോൾ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സ്റ്റൈൽ ഹെയറൊക്കെ നല്ല സ്റ്റൈലിൽ കെട്ടി വെച്ചിട്ട് സാരിയും ബ്ലൗസൊക്കെ ഇട്ട് ഒരു അധ്യാപകരുടെ ലുക്ക് അല്ലെ ബാഗൊക്കെ നമ്മുടെ അമ്പറിലേക്ക് പിടിച്ച് ഒരു ടീച്ചിങ് മോഡലിൽ നമ്മളുടെ പ്രൗഡ്നെസ്സോടുകൂടി പോകുന്ന രംഗം എപ്പോഴും മനസ്സിൽ കരുതുക. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ജോലി കിട്ടട്ടെ, എല്ലാവരും നല്ല ടീച്ചറാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അഫർമേഷൻസ് രാവിലെയും വൈകിട്ടും പറയുക, വിഷ്വലൈസേഷൻ ചെയ്യുക, വീഡിയോ റിവൈസ് ചെയ്ത് കാണുക, ഓരോ പോയിൻറ്റും ഉറപ്പിക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടീച്ചിങ് ജോബ് ലഭിക്കും. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കണം. BEd ഒക്കെ കഴിഞ്ഞ് PhD ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് പ്രിപ്പയർ ആയിരിക്കുന്ന ആളുകൾക്ക്, റെഡി ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും വീഡിയോ സെൻഡ് ചെയ്യണം കേട്ടോ. താങ്ക് യു.